ഇതാണ് ദൃഷ്ടിമുഖ ഗണപതി. നിങ്ങൾ പല വീടുകളിൽ ചെല്ലുമ്പോഴും ആ മുൻവശത്ത് കട്ടിളയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രധാന വാതിലിന്റെ മുകൾ ഭാഗത്ത് എന്നിങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഈ ഒരു ദൃഷ്ടിമുഖ ഗണപതിയെ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ പല വീടുകളിൽ ഇത് പ്രധാനമായിട്ട് വയ്ക്കാറുണ്ട്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കടന്നു വരുന്ന പലരും അത്ര നല്ല മനസ്സോടു കൂടിയൊന്നും ആയിരിക്കില്ല വരിക. അവർ വന്നിട്ട് കടന്നു പോയിട്ട് ശേഷം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വന്നു കൂടുന്നതായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവർ വന്നിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, അവരുടെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു, ദൃഷ്ടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട നല്ല സ്വസ്ഥമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പല വീടുകളിലും ചിലരുടെ ദൃഷ്ടിയേറ് കൊണ്ടിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വന്നു കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ദൃഷ്ടിബാധ മാറ്റിയെടുക്കാൻ വേണ്ടി വളരെ കൂടിയ ചിലവിലുള്ള കുറേയധികം പൂജാ കർമ്മങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട, ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് ഈ ദൃഷ്ടിമുഖ ഗണപതി എന്ന് പറയുന്ന ഭാവത്തിലുള്ള ഈ രൂപത്തെ നമ്മൾ സ്ഥാപിക്കുകയാണ്. യഥാവിധി പൂജ ചെയ്യണം. യഥാർത്ഥത്തിൽ ഇത് ദൃഷ്ടി ഗണപതി ഹോമം കഴിപ്പിച്ച് സംവാദം തൊട്ട് തയ്യാറാക്കണം. പിന്നെ 21 ദിവസത്തെ പൂജാക്രമത്തിലൂടെയാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയ ഒരു ദൃഷ്ടിമുഖ ഗണപതി, നമുക്ക് ദൃഷ്ടി ഗണപതിയുടെ പൂർണ്ണ രൂപം ഉണ്ടാവും, ചിലയിടത്ത് കിട്ടും. പക്ഷെ നമുക്ക് ഇത്തരം നെഗറ്റീവുകളെ എടുക്കാൻ ഏറ്റവും നല്ലത് ദൃഷ്ടിമുഖ ഗണപതിയാണ്. അപ്പൊ അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വാതിലിന് മുകൾ ഭാഗത്തോ അകത്ത് കയറി സിറ്റൗട്ടിന് മുകളിൽ മറ്റൊരാൾ കാണുന്ന തരത്തിൽ, വീട് ഏത് ദിശയിലോട്ടായിരിക്കട്ടെ അതിന്റെ മുൻഭാഗത്ത് നമുക്കിത് സ്ഥാപിക്കാൻ. പ്രധാനമായിട്ട് കട്ടിളയുടെ മുകൾ ഭാഗം, സൈഡ് ഭാഗത്തൊക്കെ നമുക്കിത് ഒരു ചെറിയ ആണി തറച്ചിട്ട് അതിൽ നമുക്കിതെങ്ങനെ വയ്ക്കുന്നത്, ഇവിടെ അതിനുള്ള ഇതൊക്കെ ഉണ്ട്. ഇതങ്ങ് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. വളരെ വലിപ്പം കൂടിയതൊക്കെ ഉണ്ട്, നമുക്ക് അത്ര വലിപ്പമൊന്നും വേണ്ട. നമുക്കിത് കണ്ടില്ലേ, ഇത് സാമാന്യമായിട്ടുള്ള വലിപ്പമുള്ളത് ഒന്നാണ്. ഇത് അയൺ മെറ്റലിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് കുറെ കാലം ഇരിക്കും. അയൺ മെറ്റലിൽ തയ്യാറാക്കിയ യഥാവിധി പൂജ കഴിപ്പിച്ച ഒന്നാണിത്. അപ്പൊ ഇതുപോലത്തെ ഒന്ന് സ്ഥാപിക്കുന്ന ഇത്തരം നെഗറ്റീവുകൾ നമ്മുടെ വീടുകളിലേക്ക് വരാതിരിക്കാൻ, കുട്ടികളെയൊക്കെ ബാധിക്കുക, കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ഇത്തരം ദൃഷ്ടികൾ വന്നിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് സാമ്പത്തികപരമായിട്ട്. അതുമൂലം വലിയ ദോഷങ്ങൾ പറ്റുന്നവരുണ്ട്, തൊഴിലിൽ പ്രശ്നങ്ങൾ പറ്റുന്നവരുണ്ട്. ഇതൊക്കെ വന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വയ്ക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് വലിയ പൂജ പ്രാർത്ഥനകളൊന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം വിശേഷാലായിട്ട് നമുക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. ഇത് നമുക്ക് സ്ഥാപിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ ദൃഷ്ടിമുഖ ഗണപതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നതിനും ഇതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് ദൃഷ്ടിമുഖ ഗണപതി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ചിലവ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ.